ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നമ്മുടെ ടെക് ചാനൽസ് ഒന്നും ചെയ്യുന്നത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിന്ന് കാണിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മൈക്രോഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള മൈക്രോഫോൺ വന്നിട്ട് CANDC എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ പുറകു വശത്ത് തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലിപ്പ് ഓൺ മൈക്കാണ്, അതുപോലെ തന്നെ സ്മാർട്ട് ഫോണ്, DSLR, ക്യാം കോഡ്സ്, ഓഡിയോ റെക്കോർഡേഴ്സിലും PC-ലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ലാവലിയർ മൈക്രോഫോണാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഷോപ്പിൽ നിന്നാണ്. ഈ ഒരു മൈക്രോഫോണും അതുപോലെ തന്നെ ഈ റിംഗ് ലൈറ്റും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് അവർ ഷോപ്പിൽ 100 റിയാലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് CANDC ലാവലിയർ മൈക്രോഫോൺ മൈക്രോ ക്രെവേറ്റ് DC-C1 ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ DC-C2 ഉണ്ട്, അതായത് ഡ്യുവൽ ആയിട്ടുള്ള മൈക്രോഫോൺ ഉള്ളത്. അതാവുമ്പോൾ നമുക്ക് ഒരേ സമയം 2 പേർക്ക് ഈ ഒരു മൈക്രോഫോൺ വെച്ചിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് DC-C1, അതായത് സിംഗിൾ ആയിട്ടുള്ള മൈക്രോഫോൺ ഉള്ളതാണ്. പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലുള്ളൊരു കുഞ്ഞു ബ്ലാക്ക് പൗച്ചാണ്, ചെറുതായിട്ടൊരു ലെതർ ടച്ച് വരുന്നൊരു ബ്ലാക്ക് പൗച്ചാണ്. ഇങ്ങനെ പൗച്ച് ഉള്ളതുകൊണ്ട് എന്താ യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോകുമ്പം നമ്മുടെ ഈ ഒരു മൈക്രോഫോൺ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റൊക്കെ കെട്ടി ആകെ കുടുങ്ങി കിടക്കില്ലേ, അതുപോലെയൊക്കെ കെട്ടി കുടുങ്ങി കിടക്കും. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇതിൽ തന്നെ ഒരു വെൽക്രോ ടാപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൗച്ചിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പുറത്തൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ ഒരു ബോക്സിനകത്ത് ഇതുപോലൊരു കുഞ്ഞു മാനുവൽ ബുക്കാണുള്ളത്, ഒരു കുഞ്ഞു ലീഫ്ലെറ്റ്. നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു ലീഫ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മുടെ ഈ ഒരു പൗച്ചിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വായിക്കുമ്പം നമുക്കതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പിൽ ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് പേജിൽ നമ്മുടെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ആ ഒരു ഭാഗത്ത് എങ്ങനെയാണ് ക്ലിപ്പ് നമ്മൾ കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്യേണ്ടതെന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലേക്ക് നമ്മൾ എങ്ങനെ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സിൽ അത് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ നോയ്സും കാര്യങ്ങളും, നമ്മുടെ ബ്രീത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയൊക്കെ നമ്മൾ എങ്ങനെ കുറക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ്, കാര്യങ്ങൾ, നോട്ട്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വായിച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ പവർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാമറ അതുപോലെ ബാക്കിയുള്ള റെക്കോർഡിംഗ് ഡിവൈസിലേക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിൻ്റെ പവർ ഓൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത് 6 മീറ്റർ ലെങ്ത്ത് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ 3 മീറ്റർ വരുന്നതുകൊണ്ട് കേട്ടോ. ഇത് 6 മീറ്ററാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ സ്മാർട്ട് ഫോണോ അതിലിപ്പോൾ ക്യാമറ ഒക്കെ കുറേ ദൂരെയാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, വിട്ട് നിന്നിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലൊരു കുഞ്ഞു സിപ്പ് ലോക്ക് ബാഗിനകത്ത് ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ ഒരു ഫോം വിൻഡ് സ്ക്രീനും പിന്നെ ഒരു LR44 ബാറ്ററി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലീഫ്ലെറ്റ് വായിച്ച സമയത്ത് ഇതുപോലൊരു അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ ബോക്സിൻ്റെ പുറകുവശം നോക്കിയത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്മാർട്ട് ഫോണിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു നമ്മുടെ ഓഡിയോ ജാക്കിൻ്റെ എന്ന് പറയുന്നത് 3.5 mm അല്ലേ. ഇത് കുറച്ചും കൂടെ വലുതാണ്. നമ്മളിപ്പോൾ വേറെ മറ്റെന്തെങ്കിലും ഡിവൈസിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണിത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ വലിയ മൈക്കോ അങ്ങനെ എന്തെങ്കിലേക്കൊക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡാപ്റ്ററാണ്. പിന്നെ ഒരു CANDC ലാവലിയർ മൈക്രോഫോൺ ഒരു ഓംനി ഡയറക്ഷണൽ മൈക്രോഫോൺ കൂടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഈ ഒരു മൈക്രോഫോൺ വെച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും സൗണ്ട് ഒരേ സമയം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓംനി ഡയറക്ഷണൽ മൈക്രോഫോണാണ്. അപ്പോൾ നമ്മുടെ മൈക്രോഫോണിൻ്റെ ഏത് സൈഡിൽ നിന്നും, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഏത് ഭാഗത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് തന്നെ എല്ലാവരുടെയും സൗണ്ടും ഒരേ സമയം തന്നെ ഇത് പിക്ക് ചെയ്തിട്ട് നല്ലൊരു ഇതിലാണ് നമുക്ക് കേൾക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയാണ് നമ്മുടെ പവറിൻ്റെ ബട്ടൺ ഓൺ ഓഫ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ ഒരു മാനുവൽ ബുക്കിനകത്ത് എഴുതിയിട്ടുള്ളത് നമ്മൾ സ്മാർട്ട് ഫോണിനാണ് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിപ്പം പവർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓഫിലാണ് വെക്കേണ്ടത്. നമ്മളിപ്പോൾ ഇത് ക്യാമറയിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിലാണ് നമുക്കിതിൻ്റെ പവർ ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗം ലൂസ് ചെയ്തിട്ട് ഇതിനകത്താണ് നമ്മൾ നമ്മുടെ ഒരു LR44 ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യേണ്ട പോസിറ്റീവ് നെഗറ്റീവ് ഭാഗങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ അത് കറക്റ്റായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ കണ്ടോ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഈ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മുടെ ഡ്രസ്സിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് ഇടാനൊക്കെ പറ്റും. ഈ ഒരു പവറിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിത് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു അഡാപ്റ്റർ വന്നിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിലാണെങ്കിലും നമ്മുടെ ലാപ്പിലാണെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത് 3.5 mm ആണ് വരുന്നത് അങ്ങോട്ടേക്കുള്ള കണക്ടർ. അതല്ലാതെ അതിൽ കുറച്ച് കൂടുതലായിട്ട് കുറച്ചുകൂടെ വലിയ ഏതെങ്കിലും ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനാണ് ഈ ഒരു അഡാപ്റ്റർ തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു മൈക്കിൻ്റെ ക്ലിപ്പാണിത്. നമ്മുടെ ഡ്രസ്സിനകത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ക്ലിപ്പാണിത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വന്നിരുന്നത്. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഞാനത് അഴിച്ചെടുത്താണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അഴിച്ചു മാറ്റാനും ഒക്കെ പറ്റുന്നതാണ്. പിന്നെ നമുക്കൊരു ഫോം വിൻഡ് സ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കാര്യമായിട്ടും നമ്മളിപ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. നമ്മളിപ്പം റൂമിനകത്തുനിന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാറ്റിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. പുറത്തുനിന്നൊക്കെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു മൈക്കിന് അക്രോസ് ആയിട്ട് കാറ്റ് വരുമ്പോൾ വേറൊരു സൗണ്ട് കാണിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സൗണ്ടൊക്കെ ഒന്ന് അങ്ങനെ വരുന്ന നോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എടുത്തിട്ട് അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോം വിൻഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമ്മളിത് ക്ലിപ്പും അതുപോലെ തന്നെ ഈ ഒരു ഫോം വിൻഡ് സ്ക്രീനൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സിലേക്ക് ഇത് ഹാങ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കാണിക്കുന്നതാണ്. സാധാരണ നമ്മുടെ മൗത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് താഴേക്ക് ഒരു 8 to 10 ഇഞ്ചസ് ഗ്യാപ്പിൽ വെച്ചിരുന്നാലാണ് നല്ല കറക്റ്റായിട്ട് നമുക്ക് നമ്മളെടുക്കുന്ന ആ ഒരു ബ്രീത്തിൻ്റെ ആ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും വരാതെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സൗണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നോക്കുക. ഞാനിപ്പം സ്റ്റാർട്ടിങ്ങിൽ 2 തവണ ചെയ്തപ്പോഴും കുറച്ചും കൂടെ മുകളിലേക്ക് മൗത്തിൻ്റെ അടുത്തേക്ക് വെച്ചതുകൊണ്ടായിരിക്കാം ആ ഒരു ബ്രീത്ത് എടുക്കുന്നത് നന്നായിട്ട് തന്നെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ താഴെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഒഴിവായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാണ്, ഞാനിത് വാങ്ങിച്ചിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി കാലം യൂസ് ചെയ്തിട്ട് അങ്ങനെ റിവ്യൂ പറയുന്നതല്ല. ഒരു 2-3-4 തവണ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു വോയിസ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളൊരു സ്റ്റാർട്ടിങ് യൂട്യൂബറിന് ഒരു റീസണബിൾ പ്രൈസിനുള്ള ഒരു മൈക്രോഫോൺ തന്നെയാണ് CANDC ലാവലിയർ മൈക്രോഫോൺ DC-C1 എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് യൂട്യൂബറിനൊക്കെ വേണമെങ്കിൽ നമുക്കിത് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഇൻഷാ അല്ലാഹ് ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.